അമ്മോ, ഇത് എത്ര നേരായി പറയുന്നു നിന്നോട് കുളിക്കാൻ. അതെങ്ങനാ? കളി കളി എന്നുള്ള ചിന്ത മാത്രമല്ലേ ഉള്ളൂ പെണ്ണിന്. കണ്ടില്ലേ, സ്കൂളിൽ നിന്നും വന്നിട്ട് ഹോംവർക്ക് പോലും ചെയ്തു തീർത്തിട്ടില്ല. ആ 1ാം ക്ലാസ്സുകാരിയുടെ ബുക്ക് ഓരോന്നും മറിച്ചു നോക്കുമ്പോൾ പദം പറഞ്ഞുകൊണ്ടിരുന്നു ലക്ഷ്മി. ഈശ്വര, ഒരുക്കിയിട്ടുണ്ടല്ലോ എഴുതാൻ. രാത്രിയിലിരുന്നാൽ പോലും തീരുമെന്ന് തോന്നുന്നില്ല. അതെങ്ങനെ? സ്കൂൾ വിട്ട് വന്നാൽ അപ്പൂപ്പൻ്റെ അമ്മൂമ്മയുടെയും കൂടെ കളിയല്ലേ. ഈ അച്ഛനും അമ്മയും തന്നെയാണ് അവളെ ഇങ്ങനെ വഷളാക്കുന്നത്. അവൾ പരിഭവം പറയുന്നതിനൊപ്പം അകത്തേക്ക് വന്ന അമ്മ ഒരു ഗ്ലാസ് പാൽ ചിരിയോടെ അവളുടെ കയ്യിൽ കൊടുത്തു. അമ്മൂനുള്ള പാലാ മോളെ. അപ്പോൾ ഇതുവരെ ഇവൾക്ക് പാലും കൊടുത്തില്ലേ അമ്മ? എന്താ അമ്മ ഇങ്ങനെ? ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് ഇതെല്ലാം ചെയ്യണമെന്ന് വെച്ചാൽ വലിയ കഷ്ടമാണ്. മുഖമൊന്ന് കൂർപ്പിച്ചു ലക്ഷ്മി. അതിന് നിന്റെ മോൾ നിന്ന് തന്നിട്ട് വേണ്ടേ കുഞ്ഞേ? സ്കൂളിൽ നിന്ന് വന്നപ്പോൾ തൊട്ട് പുറകെ നടക്കുവാ ഞാൻ. അതെങ്ങനെ? കുളിക്കുക പോലും ചെയ്യാതെ അപ്പൂപ്പൻ്റെ കൂടെ പാടത്തെ പണിക്കാരുടെ അടുത്തേക്ക് പോയതല്ലേ, പിന്നെ ഇപ്പോഴാ കീറി വരുന്നത്. ഞാറ് മുഴുവൻ നട്ട് കഴിഞ്ഞു അമ്മേ? മുടിവാരിപ്പൊത്തി ലക്ഷ്മി ചോദിക്കുമ്പോൾ അമ്മുവിൻ്റെ ദേഹത്തു നിന്ന് ഊരിയിട്ട യൂണിഫോം കയ്യിലേക്ക് എടുത്തു അമ്മ. ആ നിമിഷം കയ്യിൽ പറ്റിയ വഴുവഴുപ്പിൽ പതുക്കെ വിരൽ കൊണ്ട് തോണ്ടി അവർ. പാടത്തെ ചേറുമണം ആ മുറിയിൽ നിറയുമ്പോൾ ലക്ഷ്മി ആ തുണിയിലേക്കും പേടിച്ചിരിക്കുന്ന കുഞ്ഞിലേക്കും കണ്ണു നീട്ടി. ചേറിൽ ഉരുണ്ട് യൂണിഫോം ചീത്തയാക്കിയല്ലേ? നിനക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. അവൾക്ക് നേരെ കയ്യോങ്ങിയ ലക്ഷ്മിയുടെ കയ്യിൽ കടന്നു പിടിച്ചു അമ്മ. ലക്ഷ്മി, അരുത്, നീ ഇത് നോക്കിയേ. അവർ പറഞ്ഞതും അവളുടെ കണ്ണുകൾ ചാരനിറത്തിലുള്ള യൂണിഫോം ഫ്രോക്കിലേക്ക് പോയി. ചേറിലെ ചെണിക്കൊപ്പം തെളിഞ്ഞു നിൽക്കുന്ന പൊട്ടുപോലത്തെ ചോരപ്പാടുകൾ. അമ്മേ, ഇത് കുഞ്ഞ് ഈ പ്രായത്തിൽ? ലക്ഷ്മി ഞെട്ടലോടെ അത് വാങ്ങി നോക്കുമ്പോൾ പ്രായത്തിൻ്റെ അറിവിൽ ആ അമ്മ പേടിച്ചിരിക്കുന്ന കുഞ്ഞിൻ്റെ ദേഹമാകെ പരതി. മോളെ ആരെങ്കിലും നോവിച്ചോ? അവരുടെ ചോദ്യത്തിൽ ലക്ഷ്മിയുടെ കണ്ണുകളും പേടിയോടെ കുഞ്ഞിൻ്റെ ദേഹമാകെ പരതുമ്പോൾ കുഞ്ഞുമാരുടെ മുറുകെ പിടിച്ചവൾ. എനിക്ക് വേദനിക്കുന്നു, വിടമ്മ. പേടിയോടെ കൈ തട്ടി മാറ്റിയ കുഞ്ഞിനടുത്തേക്ക് മുട്ടുകുത്തിയിരുന്നു ലക്ഷ്മി. മോള് പേടിക്കണ്ട, അമ്മയൊന്നും ചെയ്യില്ല. ഉവാവുണ്ടെങ്കിൽ മരുന്ന് വെക്കേണ്ടേ? അതിനുവേണ്ടിയാ. പതുക്കെ അവളുടെ കുഞ്ഞുമാരടത്തിൽ വിരലോടിക്കുമ്പോൾ ചോര കെട്ടിക്കിടക്കുന്ന പോലെ തിണർപ്പ് കയ്യിൽ പതിഞ്ഞതും ലക്ഷ്മി പേടിയോടെ അമ്മയെ നോക്കി. നീ ഇങ്ങനെ പേടിച്ചിരിക്കാതെ കുഞ്ഞിൻ്റെ ജട്ടി ഊരി നോക്ക് ലക്ഷ്മി. ഭയത്തോടെ അതിലേറെ വേവലാതിയോടെ അവരുടെ ശബ്ദം ഉയരുമ്പോൾ വിറയിൽ വിട്ടുമാറാതെ ലക്ഷ്മിയുടെ കൈകൾ താഴേക്ക് വന്നു. വേണ്ടമ്മയ്ക്ക് വേദനിക്കും. അടിവസ്ത്രങ്ങൾ മുറുകെ പിടിച്ച് കരയുന്ന കുഞ്ഞിനെ ബലമായി പിടിച്ച് അത് ഊരുമ്പോൾ കണ്ടു കുഞ്ഞു തുടയിടുക്കിൽ പൊടിഞ്ഞ ചോരകൾ. അമ്മയുടെ കുഞ്ഞിനെ ആരാ വേദനിപ്പിച്ചത്? അമ്മ നല്ല അടി കൊടുക്കാം. മറുത്തൊന്നും പറയാതെ തൻ്റെ വഴിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ലക്ഷ്മിക്കൊപ്പം ആ അമ്മയെ മുഖം കൂർപ്പിച്ചു. അപ്പൂപ്പന അമ്മുവിനെ നോവിച്ചത്. ആ കുഞ്ഞുവായിൽ നിന്നും അപ്രതീക്ഷിതമായി കേട്ടത് വിശ്വസിക്കാനാവാതെ ആ അമ്മ ലക്ഷ്മിയുടെ തോളിൽ മുറുകെ പിടിച്ചു, ഒരു ആശ്രയത്തിനെന്ന പോലെ. അപ്പൂപ്പൻ ഇവിടെ നോവിച്ചു, ഇവിടെ നോവിച്ചു. കുഞ്ഞ് ചൂണ്ടിക്കാണിക്കുന്ന ഭാഗങ്ങൾ കണ്ണുനീർ മൂടിക്കിട്ടിയത് കൊണ്ട് കാഴ്ചയെ മറച്ചുവെങ്കിലും കുഞ്ഞു ദേഹത്തെ മുറിവുകൾ ലക്ഷ്മിയുടെ ഹൃദയത്തെ കാർന്നു തുടങ്ങി. അമ്മോട് പറഞ്ഞാൽ കൊല്ലുമെന്ന് പറഞ്ഞു. അപ്പൂപ്പൻ എന്നെ കൊല്ലുവോമേ? പേടിയോടെ കുഞ്ഞ് അവളെ ചുറ്റിപ്പിടിക്കുമ്പോൾ അവളിൽ നിന്നും ഞെട്ടലോടെ ദീർഘമായൊരു ശ്വാസം ഉയർന്നു പൊങ്ങി. അമ്മേ, എൻ്റെ കുഞ്ഞ്. അച്ഛൻ. കേട്ടതൊന്നും വിശ്വസിക്കാനാവാതെ തളർന്നു നിൽക്കുന്ന ആ സ്ത്രീയിലേക്ക് പോയി അവരുടെ കണ്ണുകൾ. കേട്ടത് ശരിയാണെങ്കിൽ ഇനി അയാൾ ജീവനോടെ ഈ ഭൂലോകത്ത് കാണില്ല. കയ്യിലിരുന്ന കുഞ്ഞിൻ്റെ തുണി വലിച്ചെറിഞ്ഞ് നേരെ അവർ അടുക്കളയിലേക്ക് പോകുമ്പോൾ കൂടെ ഓടി ലക്ഷ്മി. അമ്മേ! അവളുടെ വിളിയിൽ ചുവരിൽ നിന്നും വെട്ടരിവാൾ വലിച്ചൂരി തിരിഞ്ഞു നിന്നവർ. തടയരുത്, ആ മനുഷ്യനെ അച്ഛനെന്ന് വിളിക്കരുത്. നേരി പുഴുത്തു നാറിയ പട്ടിക്കുള്ള സ്ഥാനം പോലും നമ്മുടെ മനസ്സിൽ അയാൾക്കിനി വേണ്ട. കൊല്ലണം, കാമവര് പിടിച്ച അയാളെ. ആ അമ്മ പറഞ്ഞു നിർത്തുമ്പോൾ കേട്ടു ഉമ്മറപ്പടിയിൽ തുമ്പയും കൈക്കൂട്ടും വയ്ക്കുന്ന ശബ്ദം, കൂട്ടത്തിൽ അയാളുടെ പതിവ് ശബ്ദവും. ഭാനുവേ, മോരും വെള്ളവും ഇങ്ങെടുത്തോ. ആ ശബ്ദത്തിനൊപ്പം പാഞ്ഞു ചെന്നവർ അരിവാൾ വീശും മുൻപേ അയാളുടെ കരുത്തുറ്റ കൈ അവരെ തടഞ്ഞു കഴിഞ്ഞിരുന്നു. ഒപ്പം അവരിൽ നിന്നും ആ അരിവാൾ തെറിച്ചു വീണു. ഭാനു, നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? നീ എന്തൊക്കെ ഈ കാണിച്ചു കൂട്ടുന്നത്? മോളെ ലക്ഷ്മി, ഇവൾക്കത് എന്തു പറ്റി? ഒന്നും അറിയാത്തവനെ പോലെ അയാൾ പെരുമാറുമ്പോൾ ലക്ഷ്മിയുടെ കണ്ണുകൾ അയാളെ ദഹിപ്പിക്കും പോലെ നോക്കി. എന്തിനാ നമ്മുടെ കുഞ്ഞിനോട് നിങ്ങൾ ഇത് ചെയ്തത്? നമ്മുടെ മോൻ പോകുമ്പോൾ
പൊന്നുപോലെ നോക്കാൻ ഏൽപ്പിച്ചിട്ട് പോയതല്ലേ ഈ കുഞ്ഞുങ്ങളെ? അയ്യോ, എന്നിട്ട് നിങ്ങൾ തന്നെ അയ്യോ! നിലവിളിയോടെ തലയിൽ അടിച്ചവർ ചുവരിൽ മാലയിട്ട് വെച്ചിരുന്ന മകന്റെ ഫോട്ടോയിലേക്ക് നോക്കി. ശേഷം കണ്ണുകൾ അയാളിലേക്കും. നിങ്ങൾക്ക് വേണ്ടത് മാംസം നിറഞ്ഞ പെണ്ണിന്റെ മാറിടമാണെങ്കിൽ ദാ ഇവിടെയുണ്ട് ധാരാളം. മാറിടത്തെ മറച്ചു കിടക്കുന്ന സാരിത്തുമ്പ് വലിച്ചു മാറ്റിയവർ അയാൾക്ക് മുൻപിൽ നിൽക്കുമ്പോൾ അവരെ കടന്നു പിടിച്ചു അയാൾ. എന്തൊക്കെയാ ഭാനു നീ പറയുന്നത്? കൊച്ചു പെണ്ണ് നിൽക്കുന്നു. ലക്ഷ്മിയെ ഒന്ന് പാളി നോക്കി വിറച്ചു നിൽക്കുന്ന അവരുടെ ശരീരം കരുത്തുറ്റ കൈയിൽ ഒതുക്കി ആ സാരിത്തുമ്പ് കൊണ്ട് അവരെ പൊതിഞ്ഞു. ഞാൻ പോരാഞ്ഞിട്ടാണോ നിങ്ങൾ എൻ്റെ അമ്മുവിനെ? അയാളുടെ ശരീരത്തോട് പറ്റിച്ചേർന്ന് നിൽക്കുമ്പോഴും അവളുടെ കണ്ണുകൾ നാലുപാടും പാഞ്ഞു. അനാവശ്യം പറയരുത് നീ, കരണമടിച്ചു പൊളിക്കും ഞാൻ. ആ നിമിഷം ദേഷ്യത്തോടെ അവരെ തള്ളി മാറ്റി അയാൾ ലക്ഷ്മിക്ക് നേരെ തിരിഞ്ഞു. എന്താ മോളെ ഇവൾ പിച്ചുമേയും പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അയാൾ നിസ്സഹായതയോടെ അവളെ നോക്കുമ്പോൾ അകത്തേക്ക് ഓടിപ്പോയി അവൾ. ഭാനു! ആ നിമിഷം തറയിൽ വീണു കിടക്കുന്ന ആ അമ്മയ്ക്കടുത്തേക്ക് ഇരുന്നു അയാൾ ആ തോളിൽ പിടിച്ചു. എന്താ ഇവിടെ നടക്കുന്നത്? അയാൾ ചോദ്യം മുഴുവൻ പൂർത്തിയാക്കും മുൻപേ ലക്ഷ്മി കുഞ്ഞിനെയും കൊണ്ട് അയാൾക്ക് അടുത്തേക്ക് വന്നു. പറ അപ്പൂപ്പൻ മോളെ എന്താ ചെയ്തതെന്ന് പറ. നിന്നെ ആരും തൊടില്ല. ലക്ഷ്മിയുടെ ശബ്ദമുയരുമ്പോൾ ആ കൈവിട്ടവൾ ഓടി അയാൾക്കടുത്തേക്ക് വന്നു. ആ കഴുത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ലക്ഷ്മിയെ നോക്കി. അമ്മൂനെ നോവിച്ചത് ഈ അപ്പൂപ്പനല്ല, ശങ്കരാപ്പൂപ്പനാ. അവളുടെ കുഞ്ഞു വായിൽ നിന്നും വാക്കുകൾ പുറത്തേക്ക് വന്നതും ഭാനുവും ലക്ഷ്മിയും ഒരുപോലെ ഞെട്ടി. കുറച്ചു നേരത്തേക്ക് നഷ്ടപ്പെട്ട അവരുടെ ചിന്താശേഷി തിരിച്ചു വന്നതും കാര്യങ്ങൾ മുൻപിലിരിക്കുന്ന ആ അച്ഛനെ ധരിപ്പിക്കുമ്പോൾ കുഞ്ഞിനെ മാറോട് അടക്കി പിടിച്ചു വിതുമ്പി അയാൾ. ഭാനുവേ, ആ അരിവാളിനെ എന്നെ അങ്ങ് തീർക്കരുതായിരുന്നോ നീ? എൻ്റെ തെറ്റാ എൻ്റെ കുഞ്ഞിനെ ഈ ഗതി വന്നത്. പാടത്ത് ഞാറ് നട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇവൾ വീഴാതെ ഇരിക്കാൻ ശങ്കരനോട് ഞാനാ പറഞ്ഞ് മോളെ വീട്ടിലെത്തിക്കാൻ. നീ കണ്ടതല്ലേ ഭാനു അവൻ ഇവളെ കൊണ്ടുവരുന്നത്? അയാൾ അവരുടെ മുഖത്തേക്ക് ദയനീയമായി നോക്കിയ ശേഷം കണ്ണുകൾ ദൂരേക്ക് പായിച്ചു. അവനെങ്ങനെ തോന്നി എൻ്റെ കുഞ്ഞിനോട് ഇങ്ങനെ ചെയ്യാൻ? ഒന്നുമില്ലെങ്കിലും എൻ്റെ കൂടപ്പറപ്പല്ലേ അവൻ. ഒരമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളർന്നവർ. അതും അവൻ കാമക്കണ്ണിലൂടെ ആയിരിക്കും കണ്ടത്. അങ്ങനെ വരൂ, നീ എനിക്ക് കുടിക്കാൻ കുറച്ച് സംഭാരം എടുക്കും ഭാനു. ഇതിനെ നാട്ടുകാർ അറിയണ്ട, പെൺകുഞ്ഞല്ലേ. വിറച്ചുകൊണ്ട് എഴുന്നേറ്റ് അയാൾ അകത്തേക്ക് പോകുമ്പോൾ കുഞ്ഞിനെ ലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊടുക്കുമ്പോൾ ആ അച്ഛനോട് മാപ്പ് പോലെ തല കുനിച്ചവൾ. അച്ഛനിത് എവിടെ പോയി മോളെ? മുറിയിലെങ്ങും കാണുന്നില്ലല്ലോ. ഉറങ്ങിക്കിടക്കുന്ന കുഞ്ഞിൻ്റെ മുടിയിൽ കൂടി വിരലൂടിക്കുന്ന ലക്ഷ്മിയുടെ അടുത്തേക്കിരുന്നു ആ അമ്മ. പാവം കൃഷ്ണേട്ടൻ്റെ മനസ്സ് ഒരുപാട് നൊന്തു. അതും ഓർമ്മ വെച്ച നാൾ മുതൽ കൈക്കുമ്പിളിൽ കൊണ്ടു നടന്ന ശങ്കരൻ തന്നെ ഇങ്ങനെ ചെയ്തത് താങ്ങാനായിട്ടില്ല ആ പാവത്തിന്. ഇനി ഈ വീട്ടിൽ കയറ്റരുതാന്ന് ആറിയെ. അവരുമായിട്ട് ഒരു ബന്ധവും നമുക്ക് വേണ്ട. ആയമ്മ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് വാക്കുകൾ തുടർന്നു. പാടത്തെ മതിലിൻ്റെ പേരിൽ അല്ലറ ചില്ലറ പ്രശ്നങ്ങളുണ്ടെങ്കിലും ഇന്നോളം ഇച്ചി പോ എന്നൊരു വാക്ക് അവരോട് പറഞ്ഞിട്ടില്ല കൃഷ്ണേട്ടൻ. അവൻ കുടിച്ച് നശിപ്പിക്കും എന്ന് കരുതിയ അത് കൃഷ്ണേട്ടൻ വിട്ടുകൊടുക്കാത്തത്. കൊടുത്തതൊക്കെയും നശിപ്പിച്ചില്ലേ? അത് ആവണിയുടെ പേരിൽ എഴുതി കൊടുക്കാമെന്ന് കൃഷ്ണേട്ടൻ കഴിഞ്ഞ ആഴ്ച കൂടി പറഞ്ഞതേ ഉള്ളൂ. അതിന് പണ്ടോ പണവും ഒന്നും കൊടുത്തിട്ടില്ലല്ലോ. അച്ഛനെങ്ങനെയായതിന് ആ കൊച്ചെന്തു പിഴച്ചു? അവർ ദീർഘമായി ശ്വാസമെടുത്ത് വിട്ടുകൊണ്ട് കുഞ്ഞിനെ നോക്കി. ഡോക്ടർ എന്തു പറഞ്ഞു മോളെ? കുഴപ്പമൊന്നുമില്ലമ്മേ, നമ്മൾ പേടിച്ചതുപോലെ ഒന്നുമില്ല. എന്നാലും പിഞ്ചു കുഞ്ഞിൻ്റെ ദേഹത്ത് അനാവശ്യമായി തൊട്ടതും നോവിച്ചതും കുറ്റം തന്നെയാണ്. അച്ഛൻ പറഞ്ഞതുകൊണ്ടാ കേസ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞത്. പരിചയത്തിൻ്റെ പുറത്തും ഇവളൊരു പെണ്ണായതുകൊണ്ടുമായിരിക്കും ഡോക്ടറും സമ്മതിച്ചു. പക്ഷേ അച്ഛനെതിരെ എല്ലാം വിട്ടുകളയാൻ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മേ. അവൾ സംശയത്തോടെ അവരെ നോക്കുമ്പോൾ കോളിംഗ് ബെല്ലിൻ്റെ ശബ്ദം അകത്തേക്ക് കടന്നു വന്നു. കൃഷ്ണേട്ടനാണോ? ഇത് എപ്പോഴാ പുറത്തു പോയത്? ആയമ്മ സംശയത്തോടെ എഴുന്നേൽക്കുമ്പോൾ ലക്ഷ്മിയും അവർക്കൊപ്പം എഴുന്നേറ്റു. പുറത്തെ ലൈറ്റ് തെളിച്ചുകൊണ്ട് വാതിൽ തുറക്കുമ്പോൾ കണ്ടു ഭയന്ന് വിറച്ചു നിൽക്കുന്ന 2 പണിക്കാർ. ഭാനുവമ്മേ, കൃഷ്ണേട്ടൻ ശങ്കരേട്ടനെ കുത്തി. ശങ്കരേട്ടൻ അപ്പോൾ തന്നെ. ഭയവും വിറങ്ങലിപ്പും വിട്ടുമാറാതെ ആ പണിക്കാർ പറയുമ്പോൾ ആയമ്മ ശ്വാസമെടുത്തു വിട്ടുകൊണ്ട് ലക്ഷ്മിയുടെ കയ്യിൽ പിടിക്കുമ്പോൾ 2 പേരുടെ മുഖത്ത് നിഗൂഢമായ ചിരി തെളിഞ്ഞു വന്നു. സ്വത്തിൻ്റെ പേരിലുണ്ടായ തർക്കത്തിൽ സഹോദരനെ കുത്തിക്കൊന്ന പേര് ആ മനുഷ്യന് ചാർത്തി കിട്ടുമ്പോഴും അയാൾ നെഞ്ചു വിരിച്ചു തന്നെ തൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങാൻ തയ്യാറായി. തൻ്റെ മനസാക്ഷിക്ക് മുൻപിലും തൻ്റെ കുഞ്ഞിൻ്റെ മുൻപിലും തെറ്റുകാരനല്ലാത്ത അപ്പൂപ്പൻ. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.